ചെയ്തിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് ബാങ്കുകാരാ 1.25 പവന്റെ വള മിസ്സിംഗ് ആയി ഇവരിവിടെ വലിയ വിഷയങ്ങളും കാര്യങ്ങളുമായി അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അവർ ഇൻഫോം ചെയ്തു. പക്ഷേ ബാങ്കുകാർ തന്നെ അത് പേയ്മെന്റ് കൊടുത്ത് അവർ സെറ്റിൽ ചെയ്തെന്നാണ് ഞാൻ ഈ വരും ദിവസങ്ങളിൽ അറിഞ്ഞത്. ഞാൻ അത് അറിഞ്ഞ ശേഷം ഞാൻ ഈ പേരൂരുള്ള കുറെ ചേട്ടന്മാരുടെ സഹായത്തോടെ ഞാൻ ആ വീട്ടിൽ പോയി. പക്ഷെ ആ വീട്ടിൽ അവർ പറയുന്നത് ഒരിക്കലും ഞങ്ങൾ ഇവിടെ ഒന്നും പണയം വെച്ചിട്ടില്ല എന്നാണ്. അത്തരത്തിലുള്ള പരാതികളായിട്ടൊന്നും പോയിട്ടില്ല. അവര് പരാതി കാര്യങ്ങളായിട്ട് പോയില്ല. അവരെ ബാങ്കുകാർ തന്നെ അവർക്ക് അതിനുള്ള ക്യാഷ് കൊടുത്ത് അവരെ സെറ്റിൽ ചെയ്തു. അപ്പൊ അവര് പരാതി കാര്യങ്ങളായിട്ട് മുന്നോട്ട് ഒരിക്കലും പോകാൻ സാധ്യതയില്ല. പക്ഷെ ആ പഞ്ചായത്ത് മെമ്പർ എന്നോട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആ പഞ്ചായത്ത് മെമ്പറോട് നിങ്ങൾ ചോദിച്ചതിന്റെ സത്യാവസ്ഥ നല്ലതുപോലെ മനസ്സിലാവും. തീർച്ചയായും മറ്റ് വിവരങ്ങൾ കൂടെ ഇപ്പോ പുറത്തേക്ക് വരികയാണ്. എന്തായാലും ഈ കുടുംബം അങ്ങനെ ഒരു സമരവുമായി, അതായത് കുടുംബാംഗങ്ങൾ എല്ലാവരും കൊണ്ട് ഈ ബാങ്കിന് മുന്നിലാണ് അവർ നിൽക്കുന്നത്. എന്തൊക്കെയായാലും തനിക്ക് നീതി ലഭിക്കുന്നത് വരെ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ധന്യ പറയുന്നത്. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ കേസിൽ FIR ഇടാൻ അവർക്കൊന്നും തയ്യാറായില്ല എന്നുള്ളതാണ്. അതിനുശേഷം കമ്മീഷണർ നേരിട്ട് പോയി കണ്ടതിന് ശേഷമാണ് FIR ഇടുന്നത്. പിന്നീട് ഒരു അന്വേഷണം ഉണ്ടാകുന്നത്. എന്തായാലും അന്വേഷണം എവിടെയും എത്തിയില്ല എന്ന് ആണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വർണം എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല എന്നുള്ളൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഒരു ബാങ്കിനെ വിശ്വസിച്ച് ഇത്രയധികം സ്വർണം ആ ലോക്കറിലേക്ക് വെക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ബാങ്കിനില്ല എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ ആദ്യഘട്ടം മുതൽ പറയുന്നത്. അതായത് ഒരു ലോക്കറിലേക്ക് എന്താണോ വെക്കുന്നത് അതിനെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല, ആ ലോക്കർ സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. പക്ഷെ ആ ലോക്കറിൽ ഉണ്ടായിരുന്ന ഒരു സാധനം പോലും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. അശ്വതി. മനോജ്, തീർച്ചയായും എന്തായാലും നമ്മുടേതായ രീതിയിലുള്ള അന്വേഷണം അത്യാവശ്യം തന്നെയാണ്. കാരണം ധന്യയുടേത് മാത്രമല്ല, ഇത്തരത്തിൽ പലരുടെയും സ്വർണം നഷ്ടമായിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ അവരുടെ എല്ലാം പരാതികൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ബാങ്ക് അധികൃതർ പണം കൊടുത്തു എന്ന തരത്തിലുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ കൊല്ലം പേരൂർ സർവീസ് സഹകരണ ബാങ്കിനെ പറ്റിയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ മനോജ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ലോക്കറിൽ നിന്ന് 48 പവൻ സ്വർണ്ണാഭരണമാണ് നഷ്ടമായത്. കുഞ്ഞുങ്ങളുടെ അടക്കം സ്വർണം, വിവാഹത്തിന് ലഭിച്ച സ്വർണം, കുഞ്ഞുങ്ങളുടെ അടക്കം സ്വർണം ഈ വീട്ടമ്മ ഈ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നു. എന്നാൽ എല്ലാ വർഷവും കൃത്യമായി ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായാൽ അധികൃതരുടെ ശ്രദ്ധയിൽ പെടേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ധന്യയുടെ സ്വർണ്ണാഭരണം നഷ്ടമായ വിവരം ഇതുവരെയും അധികൃതർ അറിയാതിരുന്നത്? അതിലൊക്കെ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ആ ദുരൂഹതകൾ നീക്കിയേ മതിയാകൂ. ഇത് മറ്റൊരു വലിയ അഴിമതിയുടെ കഥയാണോ വരാൻ പോകുന്നത് എന്നൊക്കെ വരും മണിക്കൂറുകൾ നമുക്ക് കണ്ടറിയണം. എന്തായാലും നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാം. വളരെ